ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഹിന്ദു ഐക്യവേദിയുടെ RV ബാബു ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ നിലപാടിനോട് ഇപ്പോൾ താങ്കൾ പ്രതികരിക്കുന്നത്? കാരണം അപ്പാടെ മലക്കം മറിഞ്ഞിരിക്കുന്നു ദേവസ്വം ബോർഡ്. എനിക്കിതിനകത്ത് രണ്ട് സാങ്കേതികമായ നിയമപരമായ ഒരു കാര്യത്തിൽ എനിക്ക് കൃത്യത വന്നിട്ടില്ല. കാരണം സുപ്രീം കോടതി ഇപ്പോ ഈ പറയുന്ന റിവ്യൂ ഹർജി എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കുന്നില്ല. സുപ്രീം കോടതി അതല്ല പരിഗണിക്കുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റി എന്നുള്ളത് വേറൊരു വിഷയം. സുപ്രീം കോടതി റിവ്യൂ ഈ പറയുന്ന പുനഃപരിശോധനാ ഹർജിയിൽ നിലവിലെ കോടതി വിധിക്കെതിരായിട്ട് നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് വേറൊരു വിഷയം. പക്ഷെ അങ്ങനെ ഒരു പരിശോധന ഇപ്പോൾ സുപ്രീം കോടതി നടത്തുന്നുണ്ടോ? സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് വേറൊരു കാര്യമാണ്. ഒരു 7 ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഉണ്ട്. ആ 7 ചോദ്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു നിഗമനത്തിലേക്ക് എത്താനാണ് ആദ്യം സുപ്രീം കോടതി പോണത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റിവ്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പുതിയ അഫിഡാവിറ്റിനോ പുതിയൊരു നിലപാടിനോ ഇപ്പൊ സ്ഥാനമുണ്ടോ? ദേവസ്വം ബോർഡിന്റെ ഈ നിലപാടിന് വല്ല പ്രസക്തിയുണ്ടോ? എനിക്കതാണ് ഒന്നാമത്തെ ചോദ്യം. ദേവസ്വം ബോർഡിന്റെ മാത്രമല്ല, സർക്കാരിന്റെയും ബാക്കിയുള്ള കക്ഷികളുടെയൊക്കെ നിലപാടിൽ ഇപ്പൊ പ്രസക്തിയുണ്ടോ? ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. ഞാൻ പൊതുവെ നിയമപണ്ഡിതന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ്. ഓക്കെ, ഈ രണ്ടാമത് ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറിയെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ദേവസ്വം ബോർഡുകൾ മാറി വരുന്ന സർക്കാരുകളുടെ നിലപാടിനനുസരിച്ച് പോകേണ്ടതല്ല. ദേവസ്വം ബോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനും അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കാനും അതിന്റെ പുരോഗതിക്കും വേണ്ടിയാണ്. നിലപാട് മാറ്റം എന്ന് നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ലേ? അല്ല, തന്ത്രപരമായ നിലപാട് മാറ്റമാണ് ഇപ്പൊ പൊതുവെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള അന്തരീക്ഷത്തിൽ. ഇനി ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ പറയുന്ന ഈ സർക്കാരിനോ സ്ത്രീ പ്രവേശന വിഷയത്തിൽ വ്യത്യസ്തമായൊരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത അന്തരീക്ഷമാണ്. അത് കൈപൊള്ളിയ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ കൈപൊള്ളൽ പ്രത്യേകിച്ച് ശബരിമലയുടെ ഇപ്പോഴത്തെ പുതിയ വിഷയങ്ങളുമായിട്ട് വന്ന സമയത്ത് ഇനി ദേവസ്വം ബോർഡിന് മാത്രമല്ല സർക്കാരിന് പോലും മറിച്ചൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. യുവതീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കാനേ അവർക്കിന് സാധ്യമാവൂ എന്നുള്ളതാണ് വസ്തുത. അപ്പോ ചുവരെഴുത്ത് വായിച്ച് അതിനനുസരിച്ച് നിലപാടെടുക്കുന്നതല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് കാണാൻ സാധ്യമല്ല. ഒരു അടവ് നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടാണ്, വേറൊന്നുമില്ല ഇതിനകത്ത്. ശരി, വളരെ നന്ദി RV ബാബു പ്രതികരണം അറിയിച്ചതിന്.